ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമാണല്ലോ അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടിക്ടോക്കിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. ഫുൾജാർ സോഡ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു ഫുൾ ഗ്ലാസ് സോഡയിലേക്ക് നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് ഇടുമ്പോൾ മൊത്തം ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരുന്ന ഒരു ടൈപ്പ് സോഡ കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കടയിലൊക്കെ ആണെങ്കിൽ അവർ പേസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് ജിഞ്ചറിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പേസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് എല്ലാം മിക്സ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ അങ്ങനെ കുടിക്കാം. ഇപ്പോൾ കടയിൽ പോയി കുടിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഇല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, പുറത്തുള്ളവരോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ആക്ച്വലി. സക്സസ് ആവുകയാണെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ. ഇത് ഇഞ്ചി, ഇത് പച്ചമുളക്, ഇത് നമ്മുടെ അരകപ്പ് നാരങ്ങ, അത് നീരല്ല, പഞ്ചസാരയാണ്. ഇത് നമ്മുടെ കസ്കസ്. ഇപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു തന്നത് എൻ്റെ മോനാട്ടോ. അത് നമ്മൾ അവിടെ എല്ലായിടത്തും അറേഞ്ച് ചെയ്തൊന്ന് വെച്ചല്ലോ, ആ സമയത്ത് തന്നെ കയറിയെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതൊരു കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. പൊങ്ങി വരുമോ താഴ്ന്നു വരുമോ ഒന്നും ഒരു ഐഡിയ ഇല്ലാതെ തുടങ്ങിയതാണ്. എന്തായാലും പുതിയൊരു ഡ്രിങ്ക് ഇറങ്ങി, അപ്പോൾ നമുക്ക് കുടിക്കണം. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുവാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്ത് നോക്കിയത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സെപ്പറേറ്റ് പേസ്റ്റ് ഒന്നും ആക്കണ്ട, സെയിം ടേസ്റ്റ് തന്നെ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു പിടിയോളം പുതിനയില ഇടുന്നുണ്ട്, മിൻറ്റ് ലീവ്സ്, ഒരു 2 പച്ചമുളക്. ഞാനൊരു 4 ഗ്ലാസ്സിലേക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിന് അര പച്ചമുളക് എന്ന നിലയ്ക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു 3 ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് 2 വലിയ നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ഒരു മീഡിയം സൈസ് നാരങ്ങ ആണെങ്കിൽ ഒരു 3/4 നാരങ്ങ വരെ ഒരു ഗ്ലാസ്സിന് വേണ്ടി വരും കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. മൊത്തത്തിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് മതി ഒരു ഗ്ലാസ്സിന്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരയ്ക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുതിനയില, ഇഞ്ചി, പച്ചമുളക്, ഒരു നുള്ളു ഉപ്പ്, പിന്നെ നാരങ്ങ, 2 വലിയ നാരങ്ങ പിഴിഞ്ഞതെന്ന് ലേശം ഒരു ടേബിൾ സ്പൂൺ ഞാൻ ബാക്കി വെച്ചു. വലിയ നാരങ്ങയാണ് അത്. ബാക്കിയുള്ളത് മൊത്തം ഇങ്ങിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഈ ഒരു മിക്സ്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിനെ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഫുള്ള് എടുക്കണം. ഒട്ടും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ അത് മൊത്തം നന്നായിട്ട് ഈ സ്പൂൺ കൊണ്ടിട്ട് അരിപ്പയിൽ വെച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്ക് കടയിലാവുമ്പോൾ അവർക്ക് ഒരുപാട് ഇഞ്ചിയുടെ പേസ്റ്റും പച്ചമുളകിൻ്റെ പേസ്റ്റും മിൻറ്റ് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഒരുപാട് ചിലവുള്ളതാണ്. നമുക്ക് വീട്ടിലിത് അരച്ച് വെച്ചിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പം പെട്ടെന്ന് ജ്യൂസ് കുടിക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനെ നമ്മൾ എല്ലാം കൂടി അരച്ച് അതിൻ്റെ മൊത്തത്തിലുള്ള ജ്യൂസ് എടുത്താലും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇനി ഈ ഒരു ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസമൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞങ്ങൾ പിറ്റേന്ന് എടുത്തപ്പോഴും വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചെറിയ ഗ്ലാസ്സാണ്, വൈൻ ഗ്ലാസ് ഉണ്ടല്ലോ ചെറിയ, അതാണ് കേട്ടോ. അതിലേക്ക് ഒരു 1/2 ഭാഗത്തോളം ഫില്ല് ചെയ്യാം. 4 ഗ്ലാസ് ഇത് കാണും എന്നുള്ളൊരു വിശ്വാസത്തിൽ 4 ഗ്ലാസ് എടുത്ത് വെച്ചതാട്ടോ. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 4 ഗ്ലാസ്സിലും കറക്റ്റ് ഹാഫായിട്ട് വന്നു. ഏകദേശം ഒരു 2.25 മുതൽ 2.5 ടീസ്പൂൺ വരെ ഓരോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് പഞ്ചസാരയുടെ സിറപ്പാണ്. ഒരു കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് 1:1 എടുക്കാതെ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർക്കാൻ കാരണം നമ്മൾ ഇതിനധികം വെള്ളം വേണ്ടല്ലോ, ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ മതി. അപ്പം മധുരവും വേണം, നമുക്കൊരു ഫുൾ വലിയ ഗ്ലാസ്സിലേക്ക് വേണ്ട. അതുകൊണ്ടാണ് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് എടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് ഏകദേശം ഫുള്ളായിട്ട് അത് ഫില്ല് ചെയ്തു. ഇനി ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. അവിടെ നമ്മൾ കുറച്ച് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ് എന്ന് പറയും, ബേസിൽ സീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അത് മേടിക്കുക. ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോ മതി. എനിക്കിപ്പോൾ ഇത് അധികം ഉണ്ട് കേട്ടോ. അതൊന്ന് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിലിടുക. കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് ഇത്രയും വീർത്ത് വരും കേട്ടോ.
വേറെ ഏത് ജ്യൂസിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി സോഡ വാട്ടർ മിക്സ് ചെയ്യാണ് വേണ്ടത്. ഇതുപോലൊരു വലിയ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ ഇത് ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു ചെറിയ ഗ്ലാസ് വേണം എടുക്കാൻ. ഇപ്പം നമുക്കത് ഒഴിച്ച് നോക്കാം. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ, വരുമോ ഇല്ലയോ എന്ന് അറിയാതെ. നന്നായി ഒന്ന് മിക്സ് ചെയ്തു. അപ്പം നമ്മളിത് പൊങ്ങി പോകുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. 1 ക്യാൻ സോഡയാണ് ഒഴിക്കുന്നത് കേട്ടോ. അതായത് ഒരു 330 ml അതിനകത്ത് ചെയ്തിരുന്നത്. 1 ക്യാൻ സോഡ നമ്മളുടെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. നമ്മൾ നോർമലി ഒരു ജ്യൂസൊക്കെ എടുക്കണം അത്രയും ഫില്ലായിരുന്നു ആ സോഡ ഗ്ലാസ്സിൽ. ഒരു ലേശം മുകളിലൊരിത്തിരി മാത്രമേ ഫില്ലാവാതെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് കാണിക്കുമ്പോൾ കാണാം എന്തോരം ഉണ്ടെന്നുള്ളത്. താഴെ കുറച്ച് പോർഷൻ ഒന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ മിക്സ് എടുത്തു. അതിന് ശേഷം ഇത് ഇടുവാണ്. ഇടുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. ശരിക്കും പറഞ്ഞാൽ ആ പതഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മൾ കുടിക്കണം എന്നാണ് പറയുക. ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ കുടിച്ചു. വേറൊരു 2 ഗ്ലാസ് ഇങ്ങനെ ട്രൈ ചെയ്തായിരുന്നു. കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നു. അപ്പോൾ നമ്മുടെ ഫുൾജാർ സോഡ അങ്ങനെ റെഡിയായി, സക്സസ് ആയി റെസിപ്പി. നല്ല അടിപൊളിയായിട്ട് വന്നു എന്തായാലും. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നല്ല കിടുക്കാച്ച് ടേസ്റ്റ് ആയിരുന്നു ഈ സോഡ ഉണ്ടാക്കിയിട്ട് കുടിക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെമണിൻ്റെ ആ പുളിയും ഇഞ്ചിയുടെ ഒക്കെ എരിവും പിന്നെ എന്താ ആ ഒരു സോഡയുടെ എഫക്റ്റ് ഉണ്ടല്ലോ, നല്ല ഫോമിങ് ആയിട്ടുള്ള ഗ്യാസ്, അതൊക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ കുടിക്കണം കേട്ടോ. ആ ഒരു പതഞ്ഞ് പൊങ്ങുന്ന നേരത്തെ അങ്ങ് കുടിക്കണം. അതാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പം നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വ്ളോഗ്സും ഇതൊക്കെ ഇതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കൊതി പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതെന്താ, ഞാനിതിൻ്റെ ഇതൊന്നും ഇങ്ങനെ ഫോമിങ് ആയിട്ടുള്ള ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ല. കുറച്ച് നാളായി ഇത് ഇറങ്ങിയിട്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴാണ് സംഗതി ക്ലിക്കായത്. പക്ഷെ ഞാൻ ഇതിൻ്റെ വേറൊരു വേർഷൻ നമ്മുടെ എറണാകുളത്തെ എടപ്പള്ളി പള്ളിയുടെ സൈഡിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സോഡയിലേക്ക് ഇതുപോലെ ഈ പേസ്റ്റുകളൊക്കെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ജ്യൂസ്. അതും ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സും എല്ലാം ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.